സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലാണ്. നിലവിലെ സിറ്റിംഗ് സീറ്റാണ് UDFിൻ്റെ. ആ സീറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു പോരാട്ടത്തിൽ തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥിയും. സുപരിചിതമായ വ്യക്തിത്വങ്ങളെ തന്നെയാണ് UDFും ഈ തവണ പടക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. സുജിത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല ഈ നാട്ടുകാർക്ക്. ഈ നാടിൻ്റെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ജനങ്ങളെ ഇതുവരെയും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ അടുത്ത് വീണ്ടും കൂടുതൽ ജനകീയനായിട്ട് എത്തുന്ന ഒരു നിമിഷമാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഞാൻ 2015 19-ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ 2ാം തവണയാണ് എനിക്ക് UDF ഈ വാർഡിൽ മത്സരിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി മത വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുഴുവൻ സമയവും 24 മണിക്കൂറും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്. എന്നെ ഈ വാർഡിൽ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ വാർഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസ് ഈ വാർഡിൽ ജയിച്ചു വരുമ്പോൾ തന്നെ ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ 2015 മെമ്പറായിരുന്നപ്പോൾ 11ഓളം പുതിയ റോഡുകൾ റീടാറിങ് ചെയ്യുകയും അതുപോലെ തന്നെ വിശ്വകർമ്മ റോഡ്, ചിറ്റൂർമന, ബൈലൈൻ തുടങ്ങിയ റോഡുകൾ ടൈലിട്ട് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി റോഡുകൾക്ക് 4-5 റോഡുകൾക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായി കൂടെ നിൽക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു അംഗൻവാടിക്ക് സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന മെമ്പറാണ് ധന്യ സുനിൽ. ഞാൻ തുടർന്ന് കൊണ്ടുപോയിരുന്ന അതേ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ 5 സെൻറ്റ് ഭൂമി അംഗൻവാടിക്ക് വേണ്ടി കൊടുത്ത 5 സെൻറ്റ് ഭൂമിയിൽ പുതിയൊരു അംഗൻവാടി കെട്ടിടം, വളരെ നല്ല രീതിയിൽ മികച്ചൊരു അംഗൻവാടി കെട്ടിടം പണിയാൻ ധന്യ സുനിലിന് കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി റോഡുകൾ, ഈ പ്രദേശത്ത് നിരവധി റോഡുകൾ, കുടിവെള്ള പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് ജനം കൂട്ടായി എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിലവിലെ മെമ്പറായിരുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടി UDFിനെ സംബന്ധിച്ച് ഈ ഒരു വാർഡ് ഹാട്രിക്കിലേക്ക് പോകാണ്ട ഒരു തിരക്കിൽ തന്നെയാണ്. 3 പ്രാവശ്യവും തുടർച്ചയായി UDF നിലനിർത്തുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു അവകാശവാദത്തിലേക്ക് അണിയറ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും എല്ലാം മുന്നോട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളോടുള്ള സമീപനം, ഇതൊക്കെ വോട്ടായിട്ട് മാറുവാനുള്ളൊരു ഘടകമായി മാറുമോ? തീർച്ചയായിട്ടും. കാരണം 2015 തൊട്ട് 20 വരെ സുജിത്ത് തന്നെയായിരുന്നു ഇവിടെ മെമ്പർ. സുജിത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് പരമാവധി എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും 19-ാം വാർഡിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ജനങ്ങളെല്ലാവരും കണ്ടറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ വോട്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരാണ്. അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള രാവും പകലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. എങ്ങനെ ആവേശം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആവേശത്തിലാണ്. സുജിത്തിനെ അറിയാവുന്ന എല്ലാവരും, ഈ 19-ാം വാർഡിൽ എല്ലാവർക്കും, അതായത് പഞ്ചായത്ത് മുഴുവൻ എന്ന് പറയാം, എല്ലാവർക്കും സുജിത്തിനെ അറിയാം. ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ട്. ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, കുട്ടികളടക്കം ഞങ്ങളെല്ലാവരും ഉത്സാഹത്തിലാണ്. ഇത്തവണ ഞങ്ങൾക്ക് എല്ലാവരും 19-ാം വാർഡ് എല്ലാവരും ഞങ്ങളെ സഹായിക്കും. ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയം തന്നെ ഞങ്ങളെല്ലാവരും സുജിത്തിനെ വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുന്നതാണ് ഞങ്ങളെ അപേക്ഷ. ഞങ്ങളത് സ്വീകരിക്കുന്നു. എങ്ങനെ ആളുകളുടെയൊക്കെ സമീപനം എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ കയറുമ്പോൾ? നമ്മുടെ വീടുകളിൽ കയറുമ്പോൾ ഇപ്പോൾ സുജിത്ത് നമുക്ക് പരിചിതമാണ്. ഇവിടെ ഒരു 22 വാർഡായിട്ടുണ്ട്. ഇപ്പോൾ ഈ 22 വാർഡുകാർക്കും സുജിത്തിനെ സുപരിചിതനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് 10-ാം വാർഡിൽ ഇപ്പോൾ വീണ്ടും സുജിത്ത് വന്നപ്പോൾ വീണ്ടും നല്ല പ്രവർത്തനങ്ങൾ, ഇപ്പം മികച്ച പ്രവർത്തനം തന്നെയാണ്. ഇനി ഹാട്രിക്കിലേക്ക് പോവോ? ഹാട്രിക്കിലേക്ക് വെച്ചാൽ അത് ഞങ്ങൾ ഉറപ്പിച്ചുകൊണ്ടാണ് സുജിത്തിനെ വീണ്ടും നിർത്തിയേക്കുന്നത്. അങ്ങനെ 100% മറ്റ് ചില വ്യക്തികൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പേടിയിലാണ് നടക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു വമ്പം വിജയമായിരിക്കും 19-ാം വാർഡിൽ, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ചേർപ്പ് ഭഗവതിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഈ ഭഗവതിയുടെ വത്സല പുത്രനാണ് അങ്ങ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് ചേർപ്പ് ഭഗവതിയുടെ ആ ഒരു മകേര മുറിപ്പാടിൻ്റെ അന്ന് ഇവിടെ കൂടുന്നതും അവൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെ ഈ പ്രാവശ്യം ഒരു വമ്പം വിജയമായിരിക്കുമോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് എല്ലാം ജനത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യവും എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം ജനങ്ങൾ ഉൾക്കൊണ്ട് ഇരിക്കുന്നത് എന്നതും അനുസരിച്ചിട്ടാണ് വോട്ടിൻ്റെ കാര്യം എപ്പോഴും ജനം തീരുമാനിക്കുക.
അപ്പോൾ ജനം ഇപ്പോഴേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ സമീപനം കഴിഞ്ഞ 2015-20 വർഷങ്ങളിൽ എൻ്റെ സമീപനം ജനങ്ങളോടുള്ള സമീപനം അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഒരുപാട് അമ്മമാർ ഇവിടെ ഉണ്ട്, വയോജനങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും എന്നെ തിരഞ്ഞെടുത്താൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊർജ്ജം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കരുതലും കാഴ്ചപ്പാടും. തെരഞ്ഞെടുപ്പ് പടക്കളത്തിൽ പ്രത്യേകിച്ച് UDF സംബന്ധിച്ച് ആത്മവിശ്വാസവും ഏറ്റവും കൂടുതലുള്ള ഒരു വാർഡ് തന്നെയാണ് 19-ാം വാർഡ്. നിലവിലെ സുജിത്ത് 5 വർഷം വാർഡ് മെമ്പറായിരുന്നു. അതിനുശേഷമാണ് ധന്യ സുനിൽ വരുന്നത്. വീണ്ടും ആ ഒരു അവസരം വീണ്ടും സുജിത്തിന് ലഭിക്കുമ്പോൾ പാർട്ടിക്ക് അമിതമായൊരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. 19-ാം വാർഡ് കൈവിടില്ല. ഇവിടുത്തെ വോട്ടർമാരെല്ലാം തന്നെ UDF ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പോകുന്നത്. എന്തായാലും സുജിത്ത് വലിയ തിരക്കിലാണ്. ജനങ്ങൾ പരമാവധി ഓട്ടപ്രദർശനത്തിലാണ്. എല്ലാവരെയും ഒന്ന് ഓടി 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ടെല്ലാം കഴിഞ്ഞ് ആളുകളിലേക്ക് എത്തണമെന്ന ഒരു വിശ്വാസത്തിലാണ്. എന്തായാലും ടീം മീഡിയ ഫോറും വലിയൊരു അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് നേരുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം.